കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്താ തനിച്ചിരിക്കുന്നതിനെക്കുറിച്ചും അതിലുള്ള സന്തോഷം കണ്ടെത്തുന്നതിനെക്കുറിച്ചും. അപ്പോൾ നമുക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു, ഈ അങ്ങനെ തനിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പം ചേട്ടാ, ഇത് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പോസിറ്റീവായിട്ട് പറയുന്നത് കേട്ടോ. ഇനി അതിന് വിഷമിക്കല്ലേ. ഒരു തൊട്ടാവാടിയാണോ ചേട്ടൻ? എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ അതൊരു നല്ല മൈൻഡിൻ്റെ ഒരു ലക്ഷണമാണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പം ഞാൻ പറയുന്നത്, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്: നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതെല്ലാം മാറ്റി വയ്ക്കുക. നമ്മുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ മാറ്റി വയ്ക്കുക. അതെല്ലാം നമുക്ക് നെഗറ്റീവ് എനർജി വരുന്നതാണ്. അതിനെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ചായയുമായിട്ട് പോസിറ്റീവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുക. ചിലപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്തതായിരിക്കാം, ചിലപ്പം നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നടക്കും എന്ന് ഉറപ്പുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതായിരിക്കാം. എന്തുമായിക്കോട്ടെ, പാസ്റ്റോ പ്രസൻറ്റോ ഫ്യൂച്ചറോ ആയിക്കോട്ടെ, എന്തിനെക്കുറിച്ചായാലും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് മാത്രമേ ആ സമയത്ത് ചിന്തിക്കാവൂ. കാരണം വേദനകൾ വിഷമങ്ങളില്ലാത്ത ഒരു മനുഷ്യരുമില്ല. നമ്മളൊന്ന് ആലോചിക്കുക. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അതായത് വേദന എന്ന് പറയുന്നത് മനസ്സിൻ്റെ വേദനയും ശരീരത്തിൻ്റെ വേദനയും ഒരുപോലെ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമുക്കിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള വീട്ടിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഇതൊക്കെ നമുക്ക് ശരിയാക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു നമുക്കൊരു അസുഖം അല്ലെങ്കിൽ രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാറാൻ പ്രയാസമുള്ള എന്തെങ്കിലും ഒരു അസുഖം നമ്മൾക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തത്തിലുള്ളവർക്ക് വീട്ടിലുള്ളവർക്ക് ഉണ്ടായാൽ, അതുമൂലം ഉണ്ടാകുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്നാലോചിച്ച് നോക്കി. നമുക്കൊരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അല്ലേ? അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. പണം കൊണ്ട് ചിലപ്പോൾ അതൊന്നും മാറ്റാൻ പറ്റണമെന്നില്ല അല്ലേ? അപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കിടയിൽ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് അതിനെ ഓർത്ത് കൂടുതൽ സങ്കടപ്പെടേണ്ട. മാസങ്ങളോളം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ആളുകളുണ്ട്. മാസങ്ങളോളം അസുഖവുമായി വന്നിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കഴിയും. ഗവൺമെൻറ് ഹോസ്പിറ്റൽ മോശം ആണ് എന്നല്ല ഞാൻ പറയുന്നത്. അവിടുത്തെ രീതികൾ ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ കുറേ പ്രയാസമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ശരിയാവുമെങ്കിലും ഒരു വീട് പോലെ, നമ്മുടെ സ്വന്തം വീട് പോലെ ആയി പോകുന്ന ആളുകളുണ്ട്. ആശുപത്രി ഒരസുഖം മാറുന്നു മറ്റൊരസുഖമായിട്ട് നിരന്തരം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ വീട്ടിലെ പലരെയും കൊണ്ടാകാം, അല്ലെങ്കിൽ വലിയ വലിയ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അവർക്ക് സമ്പത്ത് കാണും, കോടികളുടെ ആസ്തിയുള്ളവരായിരിക്കും, പക്ഷേ അസുഖമായിരിക്കും അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നുള്ളത് അല്ലേ? ഒരു സമയമാകുമ്പോൾ എല്ലാവർക്കും അസുഖമൊക്കെ വരും, അത് സ്വാഭാവികം. പക്ഷേ ആ അസുഖം വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് പോവുക അല്ലേ? പ്രശ്നങ്ങളൊക്കെ തൽക്കാലം മാറ്റിവെച്ച് ഒരു ദിവസം നമുക്ക് സന്തോഷമുള്ള കുറച്ച് സമയം നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇത് ഞാനീ പറയുന്ന നെഗറ്റീവല്ല, പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. രോഗങ്ങൾ വരാതിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. രോഗം എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായും നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നത് കാണും. നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉള്ളത് കാണും. അപ്പോൾ രോഗത്തെ നമ്മൾ എപ്പോഴായാലും ശ്രദ്ധിക്കേണ്ടതും പേടിക്കേണ്ടതുമായിട്ടൊരു കാര്യം തന്നെയാണ്. എല്ലാ രോഗങ്ങളെയും അല്ല, കുറച്ചെങ്കിലും. അപ്പോൾ അങ്ങനെ രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിലും നല്ലത്. എന്നാലും നമ്മൾ വരാനുള്ളത് വഴി തങ്ങാതെ വരും, അത് വേറൊരു സൈഡ്. എങ്കിലും നമ്മൾ അങ്ങനെയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അസുഖം മൂലം ഉണ്ടാകുന്ന വേദനകൾ, അതിനാണ് ഒന്നും പറ്റാത്തത്. മരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ എത്ര വേദന
കഴിക്കുന്ന മരുന്ന് കഴിച്ചാലും വേദന തന്നെ എടുക്കുന്ന അസുഖങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനൊന്നും നമുക്കില്ലല്ലോ എന്ന് കരുതി ആശ്വസിക്കാം. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് മനസ്സിന് ധൈര്യം കൊടുക്കുക, മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കി ആ വേദന കുറച്ചേ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ മനസ്സ് നമ്മുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ മനസ്സ് തന്നെ തൻ്റെ ശരീരത്തോട് പറയും, മതി, വേദന കുറേശ്ശെ മതി, എൻ്റെ മനസ്സ് സന്തോഷം അല്ലേ. അങ്ങനെ ചിന്തിക്കാം. ഓക്കെ, ശരിയല്ലേ? അപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഞാൻ എന്തെങ്കിലും അരുതാത്ത അല്ലെങ്കിൽ തെറ്റായിട്ട് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ തന്നെ പറയുക കേട്ടോ. പിന്നെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചാൽ കൊള്ളാമെന്നുള്ളവർക്ക് അത്